സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ഒരു ചിക്കൻ കറി വെച്ചാലോ? നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കാണുന്ന ചിക്കൻ മുംതാസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബാ. എന്തൊക്കെ സാധനങ്ങളാണ് ഈ റെസിപ്പിക്ക് വേണ്ടി ആവശ്യമായി വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. 1.5 കിലോ കോഴി ചെറിയ കഷ്ണങ്ങളാക്കിയത്, 5 മീഡിയം സൈസ് ഉള്ളി, 3 മീഡിയം സൈസ് തക്കാളി, മല്ലിച്ചപ്പ്, പച്ചമുളക്, ഇഞ്ചി വെള്ളുള്ളി അരച്ചത്, കസ്തൂരി മേത്തി, വലിയ ജീരകം പൊടിച്ചത്, ഗരം മസാല, കുരുമുളക്, ഏലക്കയും ജാതിപത്രിയും, പിന്നെ ആവശ്യത്തിനുള്ള എണ്ണ, നെയ്യ്, ഫ്രഷ് ക്രീമും തൈരും. ഇത്തരം സാധനങ്ങളാണ് നമുക്ക് ഈ കറിക്ക് വേണ്ടി ആവശ്യമായി വരുന്നത്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഗ്യാസ് ഓൺ ചെയ്തുകൊണ്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഉള്ളി ഇടുക. ഉള്ളി ഏകദേശം 5-6 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. 5-6 മിനിറ്റ് ആകുമ്പോൾ അതിലേക്ക് തക്കാളി ചേർക്കുക. ഉള്ളിയും തക്കാളിയും നന്നായി ഇളക്കിക്കൊണ്ട് ഏകദേശം 3 മിനിറ്റോ 4 മിനിറ്റോ നന്നായി ഇളക്കുക. അതിനുശേഷം പച്ചമുളക് ചേർത്തുകൊണ്ട് നന്നായി ഇളക്കുക. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ആ സമയത്തേക്കൊന്ന് ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ച് സമയത്ത് നന്നായി അത് വാടും. ആ സമയം ഇതിനെ നമുക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് നമുക്ക് മിക്സിയിൽ ഇനി അരച്ചെടുക്കാനാണ് ഉള്ളത്. ഇപ്പോൾ നന്നായി ഒന്ന് ചെറിയ ലൈറ്റ് ബ്രൗൺ നിറമാകുന്ന സമയം വാടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അത് ഉള്ളി വാട്ടിയ അതേ പാത്രത്തിൽ ഒന്നും കൂടി എണ്ണ ഒഴിച്ച് ഏലക്ക, കുരുമുളക്, ജാതിപത്രി ഇതിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് കഴുകി വച്ചിട്ടുള്ള ചിക്കൻ ചേർക്കുക. നന്നായി ഇളക്കുക. 5 മിനിറ്റ് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് ചേർക്കാനുള്ളത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ചേർത്തതിന് ശേഷം വലിയ ജീരകത്തിൻ്റെ പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്തുകൊണ്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം.
അത് നന്നായി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. 8 മിനിറ്റിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം തൈരും ഫ്രഷ് ക്രീമും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് സമയം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഈ സമയം കറി നന്നായി തിളച്ച് വരുന്നത് കാണാം. ഇനി ഇതിലേക്ക് കസ്തൂരി മേത്തിയും മല്ലിച്ചപ്പും ചേർത്തുകൊണ്ട് നന്നായി ഇളക്കുക. അതേസമയം വേറൊരു ചെറിയൊരു പാത്രത്തിൽ നെയ്യ് ഒന്ന് ചൂടാവാൻ വേണ്ടി വെക്കുക. നെയ്യ് ചൂടായതിനു ശേഷം 4 പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്തുകൊണ്ട് ഒന്ന് വറുത്തെടുക്കാം. അത് ഈ കറിയിലേക്ക് ചേർത്ത് ഒന്ന് നന്നായി ഇളക്കുക. ചിക്കൻ മുംതാസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തുകൊണ്ട് ഇത് ഒന്ന് മൂടി വെക്കാം. ഇതിന് ശേഷം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. മാഷാല്ലാ സൂപ്പർ, സൂപ്പർ. ഞാൻ ഇത് പത്തരിയിലേക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് പൊറോട്ടയോ ചപ്പാത്തിയോ എന്തിലേക്ക് വേണമെങ്കിലും ഇത് കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായും ഒരു തവണയെങ്കിലും ഡിഫറൻ്റായ ഈ ഒരു കറി നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഗുഡ് ബൈ.